ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19ാം പതിപ്പിന് മുമ്പായുള്ള ഒരു വലിയ താരക്കൈമാറ്റം. മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാനിൽ നിന്നും ചെന്നൈയിലേക്ക് വണ്ടി കയറി. പകരമായി രവീന്ദ്ര ജഡേജ ചെന്നൈ വിട്ട് തന്റെ ആദ്യ ടീമിലേക്ക് മടങ്ങിയെത്തി. ഇരു ടീമുകളിലും ഓരോ യുഗങ്ങൾക്കാണ് അവസാനം കുറിക്കപ്പെട്ടത്. കഥ അവിടെ തീരുന്നില്ല. 19ാം സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഇരു ടീമുകളും നേർക്കുനേർ വരുന്നു. മാർച്ച് 30-ന് ഗുവാഹത്തിയിൽ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും മത്സരിക്കാൻ ഉറച്ചു. വെറുമൊരു പോരാട്ടമായിരുന്നില്ല IPL അധികൃതർ ഷെഡ്യൂൾ ചെയ്തു വെച്ചത്. സഞ്ജു സാംസൺ സൂപ്പർ താരമായി ഉയർന്നുവന്ന രാജസ്ഥാൻ റോയൽസിനെതിരെ മത്സരിക്കാനിറങ്ങുന്ന വികാരനിർഭര നിമിഷം. കരിയറിന്റെ നിർണായക ഭാഗമത്രയും ചെന്നൈക്ക് നൽകിയ രവീന്ദ്ര ജഡേജ അതേ ടീമിനെ എതിരിടാൻ ഒരുങ്ങുന്നു. ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നറിയാൻ ആരാധകരും കാത്തിരുന്നു. മഴ പെയ്ത ഗുവാഹത്തിയിൽ രാജസ്ഥാൻ റോയൽസ് ടോസ് വിജയിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ റോയൽസ് നായകൻ റിയാൻ പരാഗ് ബൗളിംഗ് തിരഞ്ഞെടുത്തു. പിന്നെ സംഭവിച്ചതാണ് കായിക ലോകത്ത് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. രാജസ്ഥാൻ ബൗളിങ്ങിനെ നേരിടാനാകാതെ ചെന്നൈ ബാറ്റർമാർ തകർന്നിരുന്നു. ആദ്യം വീണത് മലയാളി താരം സഞ്ജു സാംസൺ, അടുത്തതായി ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന്റെ ഊഴം. പിന്നെ ചെന്നൈ താരങ്ങൾ ഓരോരുത്തരായി ഡ്രസ്സിംഗ് റൂമിൽ മടങ്ങിയെത്തി. ജഡേജയും ആർച്ചറും നദ്ര ബർഗറും എല്ലാം സൂപ്പർ കിങ്സിനെ വരിഞ്ഞു മുറുക്കി. ജാമി ഓവർട്ടണിന്റെ ബാറ്റിംഗ് ചെന്നൈ സ്കോർ 127-ൽ എത്തിച്ചെന്ന് മാത്രം. 15-കാരനായ വൈഭവ് സൂര്യവൻശി തിരിച്ചടിക്ക് തുടക്കമിട്ടു. 17 പന്തിൽ 52 റൺസ് വൈഭവിന്റെ സംഭാവന. ജയ്സ്വാളും ജൊറയിലും പരാഗും ചേർന്നപ്പോൾ റോയൽസിന് ആധികാരിക വിജയം. മഹേന്ദ്ര സിംഗ് ധോണിയുടെ അനുഭവ സമ്പത്ത് ചെന്നൈ നിരയിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: 46-കാരനായ ധോണിയിലേക്ക് ചെന്നൈക്ക് മടങ്ങിപ്പോകേണ്ടി വരുമോ?